അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ കറിയാണ്. ഇത് നെയ്ച്ചോറിനും എന്താ പറയുക, നൂൽപുട്ട്, പൊറാട്ട, ചപ്പാത്തി, നമുക്ക് എല്ലാ ഒരുവിധമുള്ള ഡിഷിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലക്ക, ഗ്രാമ്പു, വലിയ ജീരകം, 3 മീഡിയം സൈസ് ഉള്ളി, 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായതിൻ്റെ ശേഷം 2 ടേബിൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഓയിൽ യൂസ് ചെയ്യുക. അതിലേക്ക് ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്ക ഒക്കെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ജീരകം അത് പൊട്ടിൻ്റെ ശേഷം ഞാൻ ചെറുതായി കട്ട് ചെയ്ത വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴഞ്ഞതിൻ്റെ ശേഷമാണ്, വലിയ ഉള്ളി നന്നായി വഴന്ന് വരണം കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റിയെടുക്കണം. വലിയ ഉള്ളി അതുപോലെ തന്നെ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. വീഡിയോയിൽ പെട്ടെന്ന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാം നന്നായി വഴന്ന് വരണം കേട്ടോ. അതിൻ്റെ ശേഷമാണ്, വീഡിയോ ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്, അതിൻ്റെ ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലോണം വഴന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല എരിവുള്ള മുളകായിരുന്നു. അപ്പോൾ ഒരു 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ മുളക് എടുത്ത് കളയാണ് ചെയ്തത്. അതും നടു കീറിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതും ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 3 തക്കാളിയാണ് എടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് വഴറ്റിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ചെറിയ സ്പൂണാണ് കേട്ടോ, ചെറിയ ടീസ്പൂണാണ്. അതിലൊരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 3 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറേ ഇട്ട് കൊടുക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ചാറ് കുറേ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ട തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഈ മസാല ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടിയൊക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 2 ടീസ്പൂൺ മുളക് പൊടി ആക്കിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുറുകിയ ചാറാവും. ഞാൻ ഒരു വലിയ ചാറാക്കിയിട്ട് എടുക്കണില്ല, അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടൊക്കെ ഒന്ന് വഴന്നിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 4 കഷ്ണം ഞാൻ, കുട്ടികൾ ഇവിടെ കറി കഴിക്കില്ല, അപ്പോൾ ഞാൻ അതിന് അവർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മതി കേട്ടോ, 1 കിലോ ചിക്കനക്കുള്ള മസാല ഇത് തന്നെ മതി. പിന്നെ ഞാൻ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇറച്ചി വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പും അരച്ചെടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കുറച്ചും കൂടി കൂടുതലിട്ട് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങ അരക്കാത്ത കറിയാക്കാം. ഞാനിവിടെ തേങ്ങ അരക്കണ കറി ആയതുകൊണ്ട് വല്ലാതെ വെള്ളം ഒഴിക്കണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോറിനും കഴിക്കാം കേട്ടോ. തേങ്ങ അരക്കാത്ത കറിയാണെങ്കിൽ നമുക്ക് സാധാരണ വൈറ്റ് റൈസ് ഇല്ലേ, അതിലേക്കും നമുക്കിത് കഴിക്കാം. ഞങ്ങളന്ന് നെയ്ച്ചോറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറ് ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. ഞാൻ കണ്ടോ, ഒരു കപ്പ് പാത്രത്തിൽ നിറച്ചെടുത്തിട്ടില്ല. കുറച്ച് തേങ്ങ, 2 ചെറിയ കയ്യിലിൻ്റെ 2 കയ്യിൽ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് വലിയ ജീരകം അത് കൂട്ടിയിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ, നന്നായി അരഞ്ഞെടുക്കണം. പിന്നെ ഞാൻ കറി വെന്തതിൻ്റെ ശേഷം ഞാൻ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ മിക്സി ഒന്ന് ചുഴറ്റി ഒഴിക്കുകയാണ് ഞാനിതിലേക്ക്. കറി കണ്ടോ, നല്ല കുറുകിയ കറിയാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല കുറുകിയ കറിയാവും. പിന്നെ ഞാൻ ചെറിയ സ്പൂണിന് 2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറുണ്ടാക്കിയതിലേക്കാണ് കറി ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ.